SSLC IT മോഡൽ പരീക്ഷയുടെ തിയറി ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് among the following is the technique used to change the intensity of the color given to an image created in Inkscape? ഇങ്ക്സ്കേപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ തീവ്രത വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടി താഴെ തന്നിരിക്കുന്നതിൽ ഏത് ടൂളാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഫിൽ, 2 ഡിഫറൻസ്, 3 ഒപ്പാസിറ്റി, 4 ലോവർ. ഫില്ല് എന്നത് ഒരു ഒബ്ജക്റ്റിനുള്ളിൽ കളർ നിറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഡിഫറൻസ് എന്നത് 2 ഒബ്ജക്റ്റുകളെ തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് കട്ട് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിഫറൻസ് ഉപയോഗിക്കുന്നത്. ലോവർ എന്നുള്ളത് ഒബ്ജക്റ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്, മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഒപ്പാസിറ്റി എന്നുള്ളതാണ് ഒരു ഇൻറ്റൻസിറ്റി വ്യത്യാസം വരുത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ഒപ്പാസിറ്റിയാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് among the following is the node editing in Inkscape software? ഒരു നോഡിനെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ ഇത് റെക്റ്റാങ്കിൾ ടൂളാണ്, റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് നമുക്കറിയാം, ഇത് ലൈൻ വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ഇത് ട്രാൻസ്ഫോം ടൂള്, സെലക്ഷൻ ടൂള് നമുക്ക് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഈ ഡി ആണ് ഓപ്ഷൻ, അപ്പോൾ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തൊരു ചോദ്യം, ഗിവൺ ബിലോ ഈസ് എ ബാനർ ഡിസൈൻഡ് യൂസിങ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ. ആഫ്റ്റർ സെലക്ടിങ് ദ ഇമേജ് ക്യാമറ, വിച്ച് among the following is technique should be used to arrange behind the text? ഇപ്പോൾ ആ ക്യാമറയുടെ ചിഹ്നം നിൽക്കുന്നത് മീഡിയ എന്നുള്ളതിൻ്റെ മുകളിലാണ്, അതിനെ താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മീഡിയയുടെ പുറകിലേക്ക് അത് പോകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലോവർ എന്നുള്ള ഓപ്ഷനാണ്. ലോവർ നൽകി കഴിയുമ്പോൾ അതിന് താഴേക്ക് പോകുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തൊരു ചോദ്യം, ഇമേജ് 1 given below is created using a rectangle and a circle in Inkscape software. Which among the following is a method has been used to change the image 1 to 2? രണ്ടാമത്തെ ഇമേജിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തു, 2 ഇമേജുകളെ തമ്മിലൊന്ന് ചേർത്തുകൊണ്ട് അതിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഡിഫറൻസ് എന്ന ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി പാത്ത് ഡിഫറൻസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ചോദ്യം പരിശോധിക്കാം, വിച്ച് among the following is a characteristics of vector image? വെക്ടർ ഇമേജിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം 2 തരത്തിലുള്ള ചിത്ര ഫോർമാറ്റ് രീതികളുണ്ട്, റാസ്റ്റർ ഇമേജസും അതുപോലെ വെക്ടർ ഇമേജസും. ഇതിലെ വെക്ടർ ഇമേജസ് ആണ് അതിൻ്റെ ക്വാളിറ്റി എത്ര വലുതാക്കിയാലും നഷ്ടപ്പെടാത്തത്. റാസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ ചിത്രം സൂം ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ക്ലാരിറ്റി വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇമേജസിൻ്റെ ക്ലാരിറ്റി നഷ്ടമാകുന്നില്ല എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തൊരു ചോദ്യം പരിശോധിക്കാം, വിച്ച് among the following is not a vector graphics editing software? തന്നിരിക്കുന്നതിൽ വെക്ടർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, ജിംബ് എന്നുള്ളത് റാസ്റ്റർ ഇമേജുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ബാക്കി ഉള്ളതെല്ലാം തന്നെ ലിബ്രെ ഓഫീസ് ഡ്രോ, ഇങ്ക്സ്കേപ്പ്, അഡോബ് ഇല്ലുസ്ട്രേറ്റ്, ഇതെല്ലാം തന്നെ വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആൻസർ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ചോദ്യം പരിശോധിക്കാം, ദി ഇമേജ് സീൻ എബോവ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഇങ്ക്സ്കേപ്പ്. വിച്ച് among the following is method used to change the border color of the object? ഇത് തന്നിരിക്കുന്നതിൻ്റെ ബോർഡർ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൽ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, ഇതിലെ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലെ ഫിൽ ആൻഡ് സ്ട്രോക്കാണ്. ഫിൽ ആൻഡ് സ്ട്രോക്കിൽ 2 സംവിധാനങ്ങളാണുള്ളത്, ഫില്ലുമുണ്ട്, അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്ട്രോക്ക് നൽകുക എന്നുള്ളത്. അപ്പോൾ അതിലെ ഒന്നാമത്തെ ഓപ്ഷൻസിലെ ഫിൽ ആൻഡ് സ്ട്രോക്കിലെ ഫില്ലല്ല, അത് ഉള്ളിൽ കളർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി വ്യത്യാസം വരുത്തുന്നതിനാണ്. ബ്ലർ എന്നുള്ളത് അത് കൂടുതൽ ബ്ലർ ചെയ്ത് ഇങ്ങനെ ഒരു മായുന്ന തരത്തിലേക്ക്, ഫെയ്ഡായി വരുന്ന തരത്തിലേക്ക് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആൻസർ സി സ്ട്രോക്ക് പെയിൻറ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. മറ്റൊരു ചോദ്യം പരിശോധിക്കാം, ദി അബോവ് ഇമേജ് ഈസ് ഡ്രോൺ ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ. ഇതിൽ വരച്ചിരിക്കുന്ന ഒരു ഇമേജ് ഏത് രൂപത്തിലാണ്, എന്തുപയോഗിച്ചിട്ടാണ് അത് വരച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആ ഓപ്ഷൻസ് നമുക്കറിയാം, ഇതിലെ 2 ഓപ്ഷൻസാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഇതിൽ കാലിഗ്രാഫിക് ബ്രഷ് ആണ് ഒന്നാമതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിനെല്ലാം തന്നെ ഒരു ഗ്രേഡിയൻറ്റും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ സിയും ഡിയുമാണ് ശരിയായിട്ടുള്ളത്.
ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം ലഭിക്കുന്നതിന്, ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്നുള്ളതാണ്. ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക്, സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം.